സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു ഫ്ലോപ്പായ ട്രാവൽ വ്ളോഗാണ് ഇടാൻ പോകുന്നത്. ഫ്ലോപ്പായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം അത്ര അടിപൊളിയല്ലായിരുന്നു. അപ്പം ഞങ്ങൾ പോയ രണ്ട് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ, ആദ്യത്തേത് അഗ്രസെൻ കി ബാവലിയും രണ്ടാമത്തേത് ബിർള മന്ദിറുമായിരുന്നു. ഇത് രാജീവ് ചോക്കിൻ്റെ ഇപ്പുറത്തെ സ്റ്റേഷനാണ്. അതായത് അഗ്രസെൻ കി ബാവലി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബർഖമ്പ റോഡ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് ഒരു 850 മീറ്റർ അത്രയും തന്നെ നടക്കാനുണ്ട് അവിടേക്ക്. അങ്ങനെ അഗ്രസെൻ കി ബാവലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിജനമായ വഴികളിലൂടെ നടന്ന് നടന്ന് അവസാനം അവിടെ എത്തി. ഇതാണ് അവിടുത്തെ എൻട്രി ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ എൻട്രൻസ്, അതായത് എൻട്രി ഫീസ് ഇല്ല, ഫ്രീ ആണ്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ സംഭവമായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇതാണ് അവിടുത്തെ സ്ഥലത്തെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഇത് വായിക്കാൻ അത് കുറച്ച് പടർന്നിരുന്നതുകൊണ്ട് അത്ര അധികം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലിറ്ററലി ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ക്രൗഡഡും ആയിരുന്നു. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ഈ ക്രൗഡ് കണ്ട് ഞെട്ടിപ്പോയി ആക്ച്വലി. സാധാരണ എല്ലാ ഫോട്ടോസിലും അധികം ക്രൗഡൊന്നും കാണാറില്ല, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ എന്തോ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. ആൻഡ് വി വെർ ലൈക്ക്, എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവുണ്ടായിരുന്നു. അത് കൊണ്ട് കുറച്ചൊരു ശല്യം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അരമണിക്കൂർ പോലും സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി, അതായത് ബിർള മന്ദിർ. ആർ.കെ. ആശ്രം മാർഗ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണ് ബിർള മന്ദിറിന് ഏറ്റവും അടുത്തുള്ളത്. അവിടുന്ന് 1.5 കിലോമീറ്റർ റിക്ഷയിൽ പോകാനുണ്ട്. അപ്പം ഒരാൾക്ക് 20 രൂപ എന്ന കണക്കിന് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് റിക്ഷയിൽ അവിടേക്ക് പോവാണ്. ഭയങ്കര തണുപ്പായിരുന്നു, ലിറ്ററലി ഞങ്ങൾ വിറയ്ക്കുമായിരുന്നു. കാരണം ജനുവരി ഈവനിങ് ആയിരുന്നു ഞങ്ങൾ പോയത്. എക്സാക്ട്ലി പറഞ്ഞാൽ ജനുവരി 13-ാം തീയതി ആയിരുന്നു പോയത്. വൈകുന്നേരമൊക്കെ ഭയങ്കര ചില്ലി വെതറാണ്. ഞാനാണെങ്കിൽ ഒരു സ്വെറ്റ് ഷർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ ഹൂഡിയായിട്ട് ഇട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ലിറ്ററലി കിടന്ന് വിറയ്ക്കുമായിരുന്നു. കാരണം ഡൽഹിയിൽ ഇത്തവണ തണുപ്പ് ഭയങ്കര കൂടുതലാണ്, കോൾഡ് വേവ് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ കറങ്ങാനിറങ്ങി. അപ്പം നമ്മൾ ബിർള മന്ദിർ എത്തി. ഇവിടെ അക്ഷർധാമിലൊക്കെ പോലെ പുറത്ത് നമ്മുടെ ഫോൺ ഒരു ലോക്കറിൽ കൊടുക്കണം, അതുപോലെ ചെരുപ്പും പുറത്തെ ലോക്കറിൽ കൊടുക്കണമായിരുന്നു. അകത്തേക്ക് ഫോൺ അനുവദിക്കില്ല. ഫോൺ കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ടെമ്പിളിൻ്റെ ഒരു പ്രെമിസസിൻ്റെ ഒരു ഗ്ലിംസ് ഞാൻ ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ അവിടെ കൊടുത്തു, ചെരുപ്പ് അവിടെ കൊടുത്തു. ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അക്ഷർധാമിലെ പോലൊക്കെ തന്നെ. അക്ഷർധാമിൻ്റെ കൂട്ട് തന്നെ സെയിം സംഭവമാണ്, ബട്ട് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടുള്ളത് അക്ഷർധാം തന്നെയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ടെമ്പിൾ ലൈക്ക് അക്ഷർധാം വിസിറ്റ് ചെയ്തവർക്ക് ഇത് കുറച്ചുകൂടെ ബോറിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചുകൂടെ ഗ്രാൻഡ് അക്ഷർധാമാണ്. പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ 5:30 ആയപ്പോഴത്തേനും അവിടെ ഇരുട്ടിയിരുന്നു. അതാണ് ഈ നൈറ്റ് ആയ പോലെ തോന്നുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.